ഇന്ന് നടക്കുന്ന ആരാധന ഇത് ഓൺലൈനിൽ എപ്പോൾ കൂടിയാലും കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം. തൊലിഞ്ഞു പൊടിഞ്ഞു പോകുന്ന ഒരു വിസർപ്പ രോഗികൾ, അവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എല്ലുന്തി നിൽക്കുന്നവരെ, എല്ലിലും മുഴയുള്ളവരെ, മാംസത്തിൽ മുഴയുള്ളവർ, സിസ്റ്റുള്ളവരെ, അവരെല്ലാ ഇടങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഓൺലൈനിലുള്ളവരെ ഈ ആരാധന കൂടുന്ന നിമിഷം എപ്പോഴാണോ അപ്പോഴ് നിങ്ങൾക്കുള്ള രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവയവങ്ങൾ വളരാത്തവരുണ്ട്. 2 അവയവങ്ങളുണ്ടെങ്കിൽ ഒന്ന് വളരും, ഒന്ന് വളരത്തില്ല. അങ്ങനെയൊക്കെയുള്ള വൈകല്യമുള്ളവരുണ്ട്. മുട്ടിക്കൊഴിഞ്ഞ് വല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും ശരീരം ചൂടായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ശരീരത്തിൽ ഇങ്ങനെ അകത്ത് കുറേ പേശികൾ ബലം പോയിട്ട് അത് ചുമ്മാ വളരുന്ന ചില പേശികൾ, ചില കോശങ്ങൾ വെറുതെ വളരുന്ന, അത് ആവശ്യമില്ല. അത്രയും ജനറ്റിക്കലായിട്ട് അറുതി വിട്ട് വളരുകയാണ് അകത്ത്. അതുകൊണ്ട് ചില ശരീരങ്ങൾ ചിലയിടത്തൊക്കെ പൊങ്ങിയിരിക്കുന്നു. ആവശ്യമായ ആ സ്ഥലത്ത് ആവശ്യമായ ബലമില്ലാണ്ടിരിക്കുന്നു. ആ വ്യക്തികളെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം അവനുമായി ഏതെങ്കിലും രോഗങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളീ മുതുകില്ലേ, മുതുക് ഭാഗം അച്ഛനിങ്ങനെ കൈ കാണിക്കണില്ലേ? അപ്പം മുതുക് ഭാഗത്ത് ചിലപ്പോൾ കശേരികൾക്കും എല്ലാം കുഴപ്പമുള്ളവരുണ്ടാകാം. ചിലപ്പോൾ അവർ സ്ഥിരം നീര് കെട്ടി കിടന്നിട്ട് കല്ലിച്ച് പോയവരുണ്ടാകാം. ചിലപ്പോൾ അത് വെച്ച് എപ്പോഴും ആ ഭാഗം പൊള്ളുന്നവരുണ്ടാകാം. അവരെയൊക്കെ അവിടെ എല്ലാം കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ കർത്താവേ. കല്ലച്ചു പോയ ശരീരപ്പാടുകളെ, ശരീരത്തിന്റെ വ്യത്യസ്തമായ ഇടങ്ങളെ, കല്ലച്ചു പോയ സ്ഥലങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാർദ്ദവമുള്ളതാകട്ടെ. സ്തുതിക്കട്ടെ. സ്രാവരോഗികളെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്രാവരോഗികളെന്ന് വെച്ചാൽ ചെവിയിൽ നിന്നൊക്കെ പഴുപ്പ് വരുന്നവർ, മൂക്കിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ, ദുർഗന്ധമുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവർ, അഡിനോയിഡുകാർ ഒക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചിലപ്പോൾ ഊട് പൊട്ടി വെള്ളം വരുന്നവരുണ്ടാകാം. ചിലപ്പോൾ മൂത്രം അറിയാതെ പോകുന്നവരുണ്ടാകാം. അതിൻ്റെ പിടുത്തങ്ങൾ പോയ ആൾക്കാരുണ്ട്. അവരുടെ അടിവേറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ വേദന അനുഭവിക്കുന്നത്, അവർക്ക് സമാധാനം സന്തോഷമില്ല ഈശോയെ. അങ്ങനെ വ്യത്യസ്തമായ ശാരീരിക വൈകല്യങ്ങളാൽ വേദനിക്കുന്നവർ, വല്ലാതെ ബ്ലീഡിംഗ് ഉള്ളവരെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. വെരിക്കോസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബ്ലീഡിങ് വന്നിട്ട് നിൽക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോ സിക്രീസിനും കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവർ, കണ്ണിൽ എപ്പോഴും കരുവരിപ്പ് തോന്നണവർ, മുക്കിൽ ദശ വളരുന്നവർ, തൊണ്ടയിലുണ്ടാകുന്ന അസുഖങ്ങൾ എല്ലാം കർത്താവിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് കൈകാലുകളെ കോഞ്ഞു പിടിക്കുന്നവർ, കൊച്ചു വരിക്കുന്നവർ, വ്യത്യസ്തമായ കാരണങ്ങളാൽ പേശികൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നവർ, പേശി ഉറക്കാത്തവർ, തല ഉറക്കാത്ത, കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, എപ്പിലെപ്സി രോഗമുള്ള കുഞ്ഞുങ്ങൾ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നവർ, ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ദുഃഖം തോന്നുന്നവർ, അടിവയറ്റ് കൈവച്ചുകൊണ്ട് കുഞ്ഞിനെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങൾ സുഖമായി പ്രസവിക്കും, നല്ല കുഞ്ഞിനെ പ്രസവിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം പറഞ്ഞതും
അവർ 7-8 മാസം വരെ ഛർദ്ദിച്ചെന്നാണ് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഓക്സിജൻ വരെ കിട്ടാൻ സാധ്യതയില്ല, ഭക്ഷണം കിട്ടത്തില്ല, കൊച്ച് ചാവുള്ള പോയായിട്ട് പോകുന്നു. പക്ഷേ ദൈവം ആ കുഞ്ഞിനെ 3 കിലോ തൂക്കത്തിലാണത് പ്രസവിച്ചത്. ആ സാക്ഷ്യമൊക്കെ ഗംഭീരമായ സാക്ഷ്യമാണ്. ആ ഗർഭിണിയായ സമയം മുതൽ 8 മാസം തുടർച്ചയായിട്ട് ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആഹാരം കിട്ടാനാണ്? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അതിന് 10-850 ഗ്രാം ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് 3 കിലോനുണ്ടായി. അമ്മ കൈവച്ച രോഗം കൈവെക്കണ പോലല്ല. ലോകത്തിൻ്റെയും കൈവെപ്പുകൾ ഒറ്റ കൈവെപ്പ്, അമ്മയുടെ ഒറ്റ കൈവെപ്പ് കൊണ്ട് മാറ്റും. അതാണ് ഉടമ്പടി. കർത്താവേ, ഇവരുടെ എല്ലാവരുടെ മേലിൽ അമ്മയുടെ കൈ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം ഉടമ്പടിയായി ഓൺലൈൻ കൂടുന്ന ലോകാലോകങ്ങളിലുള്ള എല്ലാ മക്കളും അവരുടെ വീടിനെ കർത്താവേ സംഹാര ദൂതനും കടന്നു പോയപ്പോൾ ആ വീടിനെ സ്പർശിക്കാതിരുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ കൈമുദ്ര പോലെ അമ്മയുടെ കൈമുദ്രകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്നഗോറിൻ്റെയും അതുപോലെ തന്നെ ബെൽത്താസറിൻ്റെയും ഒക്കെ തീക്കുണ്ടത്തിൽ ദൈവദൂതനെപ്പോലെ നിന്നതുപോലെ അമ്മേ, ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ദുരന്ത മുഖങ്ങളിൽ അമ്മ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിഴിഞ്ഞത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വഴിയാധാരമായിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സിമന്റ് ഗോഡൌണിൽ കർത്താവെ പട്ടികളെ പോലെ പ്രസവിക്കാൻ വിധിക്കപ്പെട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കണ്ണുനീർ നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. അവിടെ അവകാശ പോരാട്ടങ്ങളെ കർത്താവെ, ഈജിപ്തിൽ നിന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവന്ന പോലെ ആ മക്കളെ കൊണ്ടുവരുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിലനിർത്താൻ, അവരെ വളർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും കർത്താവെ, അവരെ ഉയർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും, ഈ വിഷയം കർത്താവ് ശാശ്വതമായി പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർക്കാരിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, മന്ത്രിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ജനനേതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സർവോപരി സമര പന്തലിൽ കർത്താവ് അധോരാത്രം സഹനം നടത്തുന്ന സമര നേതാക്കന്മാരെ പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചേച്ചിമാരെയും പെങ്ങന്മാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സംഘാടക സമിതിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എവിടെയെല്ലാം കടൽ കയറുന്നുവോ, എവിടെയെല്ലാം മക്കളുടെ ജീവിത അവതാളത്തിലാകുന്നു, അവിടെയെല്ലാം സത്വര നടപടികൾ, അടിയന്തര നടപടികൾ എടുക്കാൻ കർത്താവെ. വഴിയാധാരമാകുന്ന സ്ഥലങ്ങൾ, ഉരുളുപൊട്ടിയ സ്ഥലങ്ങൾ, പ്രളയം കയറിയ സ്ഥലങ്ങൾ, 6 കരകവിഞ്ഞ സ്ഥലങ്ങൾ, മഴപ്പെയ്ത്തിന് കർത്താവെ, മേഘവിസ്ഫോടനത്തിൽ കർത്താവ് മുങ്ങിപ്പോയ വീടുകൾ, എല്ലാ പ്രകൃതി ദുരങ്ങളിലും കർത്താവ് ബലിയാടെ ജീവിക്കുന്നവർ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. അവിടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. ഹൈ റേഞ്ചിൽ താമസിക്കുന്നവരെ, അതുപോലെ തന്നെ എല്ലാ അടിവാരങ്ങൾ താമസിക്കുന്നവരെ, കടലോരങ്ങൾ താമസിക്കുന്നവരെ, എവിടെയെല്ലാം ജനങ്ങൾ വേദനിക്കുന്നുവോ അവിടെയെല്ലാം അവർക്ക് ജീവിതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവമായൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ, ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇന്നലെ പരീക്ഷ എഴുതിയവരുണ്ട്. അവരെല്ലാം നമ്മളിപ്പോൾ ഓർക്കുകയാണ്. ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ വന്ന് ഈ അൾത്താരെ മുട്ടുകയെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. അവർ ഇന്നലെ പോയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങളൊക്കെ എഴുതാൻ പോകുന്ന മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ ഭാഗോടമ്പടി നടക്കേണ്ട വീടുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ PSCയോ എന്തെങ്കിലും അതുപോലെ ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എഴുതിവിട്ട പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകുന്ന ദിവസങ്ങളെ, ഈ ദിവസങ്ങളുണ്ടെങ്കിൽ കർത്താവെ അതെല്ലാം ഏറ്റെടുത്തിട്ട്, ആരെല്ലാം അങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരെല്ലാം നിരാരംഭരായിട്ട് ജീവിതത്തിൽ ആ ഒരു വിഷയം കാത്തിരിക്കുന്നുണ്ടോ, അവരെല്ലാം കണ്ണിന് തുറച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. മക്കളെ, വളരെ ഗൗരവത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സാമ്പത്തികമായ ബാധ്യതകൾ വന്നുപോയവര്, പല കാര്യങ്ങളും അവർക്കറിയാം, അവരെ കൊണ്ട് ഈ കടം വീട്ടാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ ദിവസങ്ങളൊക്കെ 4 കോടി കടവുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അവരെല്ലാം ഇപ്പോൾ ഓർക്കുകയാണ് അച്ഛൻ. ഈ ദിവസങ്ങളിൽ ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ ഓർക്കുന്നു. അവർക്കെല്ലാം അന്ത്യനിമിഷം വരെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. അവിടെ നടപടിയെല്ലാം കർത്താവിന് സമർപ്പിക്കുകയാണ്. നമ്മൾ വീടില്ലാത്തവരെ, വീട് കിട്ടാൻ സാധ്യതയുള്ളവരെ, അതിൻ്റെ കമ്മീഷൻ, അതിൻ്റെ കമ്മിറ്റികൾ കൂടുന്ന സമയം എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവർക്കും ന്യായമായി അവകാശപ്പെട്ട എല്ലാവർക്കും, ന്യായമായി യോഗ്യതയുള്ള എല്ലാവരെയും കർത്താവ് ഈ അൾത്താറയിൽ അവർ ഉടമ്പടി എടുത്താലും ഇല്ലെങ്കിലും അവരെ കണ്ണീരോടെ സമർപ്പിക്കുന്നു. ഈശോ, അങ്ങിൽ ആശ്രയിക്കുന്ന മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആശുപത്രി കിടക്കുന്നവരും വെന്റിലേറ്റർ കിടക്കുന്നവരും കർത്താവെ, ഈ നിമിഷം കർത്താവെ, ഈ ആഴ്ചയിൽ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ, ഈ ആഴ്ചയിൽ ഡെലിവറിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ, ഈ ആഴ്ചയിൽ കർത്താവെ ഒരു പ്രഗ്നൻ്റ് ആകുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ച് കഴിയുന്നവരെ എല്ലാവരും ആശീർവദിക്കട്ടെ, എല്ലാവരും ആശീർവദിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പ്രിയമുള്ളവരെ, കല്യാണം ഒത്തുവരാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ചേട്ടന്മാരെ, 37 വയസ്സുള്ള ചേട്ടന്മാരൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട്. അവരൊക്കെ ഈ ആഴ്ചയിൽ അനുഗ്രഹിക്കും. കല്യാണം ഒത്തുവരാത്തവർ, കല്യാണം കെട്ടിയിട്ട് ജീവിതം വല്ലാത്ത അവസ്ഥയിലായിപ്പോയി പിരിഞ്ഞു പോയവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. കേസിന് പോകണോ, അദാലത്തിന് പോകണോ, ഇങ്ങനെ ഈ ദിവസം കേസുള്ളവരുണ്ട് കല്യാണത്തിൻ്റെ. അവരെല്ലാം ഈ ആരാധനയിൽ ഓർക്കുന്നു. ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട്, ഈ ആഴ്ചയിൽ വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, തിരിച്ചു വരുന്നവരുണ്ട്, വിസ ഇപ്പോഴും കിട്ടാത്തവരുണ്ട്, ഇപ്പോഴും OCT പരീക്ഷ എഴുതുന്നവരുണ്ട്. അവരെല്ലാം ഈ നിമിഷം ഓർക്കുകയാണ്. വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പുതിയ സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ, വീട് വെൽപ്പ് ഉൾപ്പെടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരുണ്ട്. അവരെ കർത്താവിന് പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ ഈശോയെ ഏൽപ്പിക്കുന്നു. ഈ ആഴ്ച നടക്കുന്ന ഒത്തുകല്യാണമുണ്ട്, കല്യാണ ആലോചനകളുണ്ട്. അതെല്ലാം കർത്താവെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈശോയെ തന്നെ മനസ്സിലോർക്കുക. മൗനമായി സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഏതെങ്കിലും വിഷയം, ഇപ്പോൾ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ ഈശോ കാണിക്കുന്നുണ്ട്. ശരീരത്തിന് കളർ കയറിയ ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ കളറിലെ ഒരു തവിട്ട് കളറോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ വയലറ്റ് കളറോ ഒക്കെ കയറിയ ഭാഗങ്ങൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. റെഡ് കളർ കയറിയ ഭാഗങ്ങൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കളർ വ്യത്യാസം മോശമായ രോഗമാണ്. കർത്താവ് അതിനെ സുഖപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കടകമ്പോളങ്ങളിൽ കച്ചവടമില്ലാതെ കിടക്കുന്നവർ, എന്തുമാത്രം കടകമ്പോളങ്ങളിലാണ് കച്ചവടമില്ല, കടകളിൽ കച്ചവടമില്ലാതെ അവർ വൈകുന്നേരം വരെ ഇരിക്കണത്. 10,000-40,000 വിറ്റ ഇടത്തരം കച്ചവടം പോലും ചിലപ്പോൾ 4,000 രൂപ പോലും വിൽക്കാതിരിക്കുന്നുണ്ട്. ആ മേഖലയിലൊക്കെ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകണം. അതിൻ്റെ എത്ര കാലം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കുഞ്ഞുങ്ങളെങ്ങനെ പോറ്റും, പിള്ളേരെങ്ങനെ പഠിപ്പിക്കും, ആ പാട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ഇപ്പോഴേ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഈ ആഴ്ചയിലെ തീസിസ് സമർപ്പിക്കുന്നവരെ, PhDക്ക് ഇതുവരെയൊക്കെ ഇതിന് ശരിയായിട്ടുള്ള ഗുരുവിനെ കിട്ടാത്തവർ, ഗൈഡിനെ കിട്ടാത്തവരെ, ഈ ആഴ്ചയിൽ വ്യായുവായുള്ളവർ, പ്രസൻറ്റേഷന് വേണ്ടി ഒരുങ്ങുന്നവർ, പ്രോജക്റ്റ് കിട്ടാത്തവർ, പ്രോജക്റ്റിന് ആളെ കിട്ടാത്തവർ, അത് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം കിട്ടാത്തവർ, പലതരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസുമായിട്ട് വിഷമിക്കുന്നവരെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ കലഹങ്ങൾ, ഭിന്നതകളുള്ളവരും കേസുകളിലേക്ക് പോകുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവേ, എല്ലാം സാക്ഷ്യമാക്കണമേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ.
സമാപനാശീർവാദം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. നിങ്ങളുടെ അച്ഛനെ കാണണമെന്നുള്ള ഉദ്ദേശത്തിൽ സീരിയസ് വിഷയമായിട്ട് വരുന്നവർ എപ്പോഴും രാവിലെ വരുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് നല്ലത്. കാര്യത്തിൽ വൈകുന്നേരം ആൾ കൂടുകയാണ് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ്. അത് കാരണം നമുക്ക് വേണ്ടത്ര സമയം കിട്ടണില്ല. രാവിലെ ആൾ കുറവാണ്. കാര്യം ഉടമ്പടി എടുത്തവരല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ രാവിലെ ആൾ ആ ഉടമ്പടി എടുത്തവരാണ് വരണത്. അത് അപ്പോൾ സമാധാനത്തിൽ അവർ ചെയ്യാൻ പറ്റും. മറ്റൊന്ന് പറയുമ്പോൾ 2 മണി കഴിഞ്ഞാൽ പിന്നെ ആളിങ്ങനെ കൂടും. ചിലരൊക്കെ അവസാനം വന്ന് ഉടമ്പടി എടുത്തിട്ട് രോഗിനെ കൊണ്ട് ഓടി തന്നെ കാണാം. അങ്ങനെ ചെയ്യണമെന്നില്ല. അത് ഒരു ഗുണമില്ലാത്ത പരിപാടിയാണ്. നിങ്ങളിതൊക്കെ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. എന്നുവെച്ചാൽ വേണമെങ്കിൽ രോഗിനെ നിങ്ങൾ നേരത്തെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ആ രോഗിനെയും കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് രാവിലെ നല്ല പ്രാർത്ഥനയും കിട്ടും. സ്വസ്ഥവും സമാധാനമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അച്ഛൻ ചെയ്യണത് ഇപ്പോൾ ഒരാളെ കണ്ടാൽ പോലും ഞാനത് വളരെ ഞാനിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് യാന്ത്രികമായിട്ട് ഒന്നും ചെയ്യത്തില്ല. ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യേണ്ടത്. കാര്യം ഇതിനൊരു 3 മിനിറ്റ് മതി നമുക്കതിന്. പക്ഷേ അത് നിങ്ങൾ രാവിലെ ചില സമയത്ത് 11 മണിക്ക് ഞങ്ങൾക്ക് അറിയാൻ മതി. 10:02 അതുകൊണ്ടാണ് ഇത് നേരത്തെ വരികയാണെങ്കിൽ എനിക്ക് 10:30 കയറാൻ പറ്റും. മാക്സിമം ആൾക്കാർ എടുക്കാൻ പറ്റും. ഉച്ച കഴിഞ്ഞ് എല്ലാം കൂടി ഇടിച്ചതിലേക്ക് വരുമ്പോൾ എല്ലാവരും വേണ്ട പോലെ പരിഗണിക്കാൻ പറ്റുക എന്നുള്ള ഒരു അസ്വസ്ഥത. അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. രോഗിയെയും കൊണ്ട് അന്ന് തന്നെ വരണതിന് പകരം ആദ്യം ഉടമ്പടി എടുത്തു പോവുക. എന്നിട്ട് കുറച്ച് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം പിറ്റേ ആഴ്ചയിൽ ആ രോഗിനെയും കൊണ്ട് രാവിലെ വരിക. അങ്ങനെ നോക്കുക. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യം നമുക്കറിയത്തില്ലല്ലോ. അപ്പം അത് എന്നാലും മാക്സിമം രാവിലെ രോഗികളെ അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നവർ രാവിലെ വരാൻ നോക്കുക.